നോമ്പൊക്കെയല്ലേ വരുന്നത്. സാധാരണ നമ്മൾ സ്നാക്സ് നല്ലോണം ആക്കും. രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെറുങ്ങനെ കയ്യല്ല, ചെറിയ മടിയൊക്കെ ഉണ്ടാക്കില്ലേ. അപ്പം ഇല്ലേ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് കറി ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് 5 മിനിറ്റ് ഞാൻ വെറുതെ അല്ല പറയുന്നത്, ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ. അത്രയ്ക്ക് ഈസിയാന്നേ. ഇതിൽ തക്കാളി ഇല്ല, പച്ചമുളക് ഇല്ല, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് ഒന്നുമില്ലാതെ ഇത്രക്കും ടേസ്റ്റിൽ അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കും ഇത്ര പ്രതീക്ഷിച്ചാട്ടോ. എനിക്കെങ്കിൽ നോൺ വെജ് ഇല്ലാണ്ട് ഇറങ്ങല്ല, പക്ഷേ ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിന്. ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഇല്ലേ എന്തെങ്കിലും ഒരു കമൻറ്റോ ഒരു ലൈക്കോ ഒന്നും ഇടണേ. ഈ കമൻറ്റും ലൈക്കൊന്നും ഇല്ലാതെ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാട്ടോ ഈ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കൊന്നുമില്ല. ഫസ്റ്റ് തന്നെയില്ലേ ഞാൻ ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ആട്ടോ എടുത്തത്. ഇത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക. ശരിക്കും നല്ലോണം ഒന്ന് കഴുകണേ. പിന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ ഈ കോളിഫ്ലവർ ചില്ലി ഇങ്ങനത്തേക്ക് ആക്കുമ്പോൾ നല്ലോണം ഓയിൽ എടുത്തിട്ടില്ലേ ഇങ്ങനെ ഓയിൽ മുക്കി പൊരിക്കല്ലേ വേണ്ടത്. അതെനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. നല്ലോണം എണ്ണ പിടിക്കും. അതുകൊണ്ടില്ലേ നമ്മൾ എത്രയാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ എടുക്കുന്നത് അത്ര എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നേരെ ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടുണ്ടല്ല ഈ ഓയിൽ തന്നെ ഇല്ലേ നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കുക. നല്ലോണം ഫ്രൈ ആണെന്നില്ല, ജസ്റ്റ് ഒന്ന് ആ പച്ച മണമൊക്കെ ഒന്ന് മാറിയാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം പൊരിഞ്ഞോല്ലേ. ഞാനൊരു വീഡിയോ കണ്ടിട്ടാട്ടെ ഇത് ഉണ്ടാക്കാൻ കഴിഞ്ഞ്. ആ വീഡിയോ ഉണ്ടെങ്കിലും വെച്ചേ ഇത് കളർ പറയുന്നത് എനിക്ക് നടക്കൂല. എങ്ങനെ തീരെ ഈ ഐറ്റംസ് ഒന്നും ഇല്ലാതെ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത്ര ടേസ്റ്റിലെല്ലാം കിട്ടുന്നിട്ട് ഞാൻ കൺഫ്യൂഷനിലോട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇത് കഴിക്കുമ്പോൾ എന്നിട്ട് എനിക്ക് മനസ്സിലായിനി ഇത് ഇത്രയും സാധനങ്ങളൊക്കെ കുറച്ചിട്ടും നല്ല ടേസ്റ്റിൽ കിട്ടീന് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ലേ പൊട്ടറ്റോ ഒക്കെ ചേർക്കാം. എനിക്ക് തോന്നിനി പൊട്ടറ്റോയും കൂടി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നു. നമ്മളെ കോളിഫ്ലവർ ഇതാ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ 1.5 ഉള്ളി ഇട്ടോട്ടിന് മീഡിയം ഉള്ളിയായിട്ട് എടുത്തിന് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് വേറെ സെപ്പറേറ്റ് ആക്കണമെന്നും വേണ്ട. ആ കോളിഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇതിൽ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ ഉള്ളിൻ്റെ ഇല്ലേ ഈ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ. കുറച്ചൊന്ന് ഉള്ളി മൂത്ത് വരട്ടെ. ഞാൻ ഇതിലേക്കില്ലേ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എത്രയാണ് തെറ്റി വീണ്ടും കോളിഫ്ലവർ എടുക്കുന്നത് അത്ര ഇട്ടിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിൽ പൗഡേഴ്സ് ഇടലും കുറവാണ് കേട്ടോ. ഇനി മെയിനായിട്ട് വേണ്ടത് കുരുമുളക് കുരുമുളക് ഞാൻ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിന്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തതിൽ സാധാ മുളക് പൊടിയാണ് കേട്ടോ. ഈ 2 പൊടി ഇട്ടിട്ട് ഞാൻ വിചാരിച്ചേ ഇത് 2 മാത്രം ഇട്ട് ചെയ്താൽ ടേസ്റ്റ് കിട്ടുമോ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയൊരു പേടിയായി. ഞാൻ എന്താക്കിയില്ലേക്കില്ലേ ചിക്കൻ മസാലൻ്റെ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായി കേട്ടോ. അത് വെയ്യ ചേർത്തത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയോ ചിക്കൻ മസാലയോ ഗരം മസാലയോ ജീരകമോ എന്ത് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ 3 പൊടി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടില്ലോ. അത് അവരവർക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടപ്പെടുന്നതെന്നില്ലെങ്കിൽ വെറും മുളക് പൊടി മാത്രം ഇട്ടാൽ ടേസ്റ്റ് ഇല്ലെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട നമ്മളെ കെച്ചപ്പാണ്. ഇത് നിർബന്ധമാണ്, ഇതിനൊരു കോംപ്രമൈസും ഇല്ല. ഇത് കെച്ചപ്പ് ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ തക്കാളി, വെളുത്തുള്ളി, പഞ്ചസാര പിന്നെ അതൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ടാലും മതി. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാട്ടോ. നല്ലോണം മിക്സാക്കണേ. മിക്സായി വന്ന് നമ്മളെ കോളിഫ്ലവറൊക്കെ വെന്തോന്ന് ശരിക്കും നോക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ കോളിഫ്ലവറൊക്കെ നല്ല കുഴഞ്ഞ രീതിയിലായിട്ടുണ്ട്. അപ്പം ശരിക്കും നല്ലോണം വെന്തിട്ടുണ്ടായിനി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇല്ലേ ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ 2 പരീക്ഷണത്തിനാട്ടോ ഇറങ്ങിനി. ഇനിയില്ലേ ഞാൻ ചപ്പാത്തിയാണ് അധികം ആക്കല്. ചപ്പാത്തി ഇന്ന് മാറ്റി പിടിച്ചിട്ടില്ലേ വേറൊരു സാധനമായിട്ട് ആക്കിനി. ഇതും സൂപ്പറാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല, ജസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ടില്ലേ 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, വെള്ളമൊക്കെ മാറ്റിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇളം ചൂടുള്ള വെള്ളം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ചോറാട്ടം എടുത്തിന്, അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടില്ലേ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പേസ്റ്റ് പോലെ അരച്ചെടുത്തില്ലെങ്കിൽ നമ്മളെ ഇത് പൊന്തി വരില്ല. അതുകൊണ്ടാട്ടോ പറഞ്ഞത് നല്ല വൃത്തിക്ക് അരച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നോക്കി നല്ലോണം അരിഞ്ഞു വന്നിട്ടുണ്ടായി കേട്ടോ. ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം ഇല്ലേ ആ ജ്യൂസിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അത് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. മൈദയോ ഗോതമ്പൊടിയോ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ ചപ്പാത്തി എപ്പോഴും ഗോതമ്പൊടിയിൽ ഉണ്ടാക്കുന്നില്ല. അപ്പം ഇന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് മാറ്റിയതാണ്. പിന്നെ നമ്മൾ എത്ര മൈദയൊക്കെ എടുത്തത് അതിന് കണക്കായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക.
ഇനി ഇതിലേക്കില്ലേ കുറച്ച് ഓയിൽ വേണം കേട്ടോ. കുറച്ച് ഏത് ഓയിൽ വേണ്ട, ഇപ്പോൾ വെളിച്ചെണ്ണ കേട്ടോ ചേർക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം അതേ ഉണ്ടായിട്ടു. ഓയിലും ചേർത്ത് നല്ലോണം ഒന്നില്ലേ മിക്സാക്കിയ ശേഷം കൈയോട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കൂലേ, ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ. ഓവർ ടൈറ്റ് ആക്കാൻ നിൽക്കണ്ട. പിന്നെ കുഴച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ടായിനി, ഇങ്ങനെ പറ്റുന്ന ഒലക്കെ ഉണ്ടായിനി. ഇങ്ങനെ സ്പൂണോട് കലക്കിയോണ്ടൊന്നും ഏടി എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്പൂണൊക്കെ അവിടെ മാറ്റി വെച്ച് കൈയോട് നല്ല വൃത്തിക്ക് കുഴച്ചതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി ചുട്ടെടുക്കൂലേ, അതുപോലെ ചുട്ടെടുക്കുക. കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ചപ്പാത്തി പോലെ ഉണ്ട് കേട്ടോ. കഴിക്കാൻ ചപ്പാത്തിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായി. നല്ല സോഫ്റ്റുള്ള സാധനം തന്നെ, പക്ഷെ ചൂടോടുകൂടി കഴിക്കണം. നമ്മൾ റൊട്ടിയൊക്കെ പോലെ ചൂടൊക്കെ തന്നെ ഇത് നല്ലൊരു ഹാർഡായിട്ട് മാറും. ഈ ഒരു കോമ്പോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടാണ് ഇത്രക്കും ടേസ്റ്റിൽ കിട്ടുമെന്ന്. ഞാൻ 2 പരീക്ഷണത്തിന് ഇറങ്ങിയതാണ്. ഞാൻ ചെയ്തെങ്കിലും ഒന്നെങ്കിലും ഫെയിലായി പോകുന്നു. ഒരു ഫെയിലുമായിട്ട് അടിപൊളി ടേസ്റ്റാണ്. വെറുതെ പറയുന്നില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ല, ഞാൻ വെറുതെ പറയുന്നെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ശരിക്കില്ലേ ഈ കെച്ചപ്പൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇല്ലേ നമുക്ക് ചില്ലി ചിക്കൻ എന്തൊക്കെയോ കഴിക്കുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇത് വെജിറ്റബിളാണെന്ന് തീർന്നിട്ടേ ഇല്ല. സ്ഥിരം നോൺ വെജ് കഴിക്കുന്നവർക്ക് വല്ലപ്പോഴൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പിന്നെ കമൻറ്റും ലൈക്കൊന്നും മറക്കണ്ട കേട്ടോ, ഒന്ന് ചെയ്തേക്കണേ.